രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാറാഫത്തിന് പോയി. അവൻ പട്ടണവാതിലെത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ അവളെ വിളിച്ച്, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് കൊടുക്കുന്നു. ശ്രദ്ധിക്കണം, ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യം, ഏലിയ അവളോട്, ഭയപ്പെടണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകന് വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ശരി, ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നും എനിക്കറിയാം. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സിൽ തന്ന 1-2 ചിന്തകൾ മാത്രം പങ്കുവെച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സാറഫത്തിൽ ഒരു വിധവ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജീവിക്കുക. അവളെ കുറിച്ച് തന്നെ ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നെന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേറ്റ്. ഇന്നെന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണ്. നോ ഹോപ്പ്, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. ഭാവിയിൽ എന്തെങ്കിലും നന്മ ഉണ്ടാകാൻ സാധ്യതയില്ല. ദേശത്ത് മുഴുവൻ ക്ഷാമമാണ്. സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. ചില കടം മേടിക്കാൻ, സാധനം മേടിക്കാൻ ഒരു സാധ്യതയില്ല. ആകെ ഉണ്ടെന്ന് പറയാൻ അല്പം മാവും അല്പം എണ്ണയും. ഇന്ന് രാത്രി വയറ് നിറച്ച അപ്പം ഉണ്ടാക്കി തിന്നിട്ട് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി ഞാനും എന്റെ മോനും കൂടെ കഴിച്ചിട്ട് മരിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് വിധവ. മരിക്കുന്നതിന് മുമ്പ് വിറക് പറക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ആ പ്രവാചകൻ എന്ന് പറയുന്നത്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊണ്ട് തരണം. ദേശത്ത് ക്ഷാമമാണ്, മഴ പെയ്ത് 3 നാളായി, വെള്ളമില്ല. എങ്കിലും ഒരു ഗ്ലാസ് വെള്ളമല്ലേ, കൊടുത്തേക്കാം. അവൾ തിരിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസം പറയുന്നത് എന്താ പറയുന്നത്? ഒരപ്പം കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരണം. നമുക്ക് ഈ റിസ്ക് എടുക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വലിയ ഉത്സാഹം. അതിൽ ചെലവൊന്നുമില്ലല്ലോ, വലിയ റിസ്ക് ഒന്നും എടുക്കണ്ടല്ലോ, നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ. എന്തെങ്കിലും ചെയ്യണം. നേരത്തെ പോയി എന്താ ഞാനൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. റിസ്ക് എടുക്കാത്ത, വേദന ഉണ്ടാകാത്ത, ചിലവ് വരാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്, നമ്മൾ വളരെ ഉത്സാഹമാണ് ചെയ്യാനായിട്ട്. പക്ഷെ റിസ്ക് എടുക്കേണ്ട കാര്യം, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നു. ഒരു അപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരിനി പട്ടിണിയാകും, അതിനി സമയമെടുക്കും. അപ്പോൾ അവൾ മറുത് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രതികരിക്കാൻ തുടങ്ങി. ദൈവമായ യഹോവയാണ്, തുരുത്തിയിൽ അല്പം മാവും അല്പം എണ്ണയും അല്ലാതെ എന്റെ ഭവനത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കി ഞാനും മകനും ഭക്ഷിച്ചിട്ട് മരിപ്പാതിരിക്കുകയാകുന്നു എന്ന് പറയും. അടുത്ത വാക്യം ഉടനെ പ്രവാചകൻ പറഞ്ഞതായി എന്നെ ചിന്തിപ്പിച്ച് ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുക. 13-ാമത്തെ വാക്യം തുറന്നു വെച്ചുകൊണ്ടെന്ന് വായിച്ച്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്യമാണ്. വായിച്ച്. ഏലിയ അവളോട്, ഭയപ്പെടണ്ട, മതി. എന്താ അവള് പറഞ്ഞേ? അവളെന്തോ പറഞ്ഞേ? ഒരപ്പം ഉണ്ടാക്കി തിന്നിട്ട് ഞാനും പോലും മരിക്കാതിരിക്കുക എന്റെ പാസ്റ്ററെ, അതാ പറഞ്ഞേ. അപ്പൊ പ്രവാചകൻ എന്താ പറഞ്ഞേ? നീ ചെയ്യണം. നിന്റെ ജീവിതത്തിന്റെ സമൃദ്ധിയിലല്ല ദൈവം ചിലത് നിന്നോട് ചോദിക്കുന്നത്. നിന്റെ ദാരിദ്ര്യത്തിന്റെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, ഇല്ലായ്മയുടെ നടുവിൽ ആദ്യം ഒന്ന് ദൈവത്തിന് നീ കൊടുത്താൽ പിന്നെ മരിക്കണമെന്ന ചിന്ത നിന്നെ ഭരിക്കുകയില്ല. നിന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവരാജ്യം പണിയപ്പെടേണ്ടത്. നിന്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ്, കഷ്ടതയിൽ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതെന്ന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകൻ ഇവിടെ വിധവയോട് പറയുകയാണ്, നീ നിന്റെ ഇല്ലായ്മയിൽ നിന്ന് നീ ആദ്യം ഒരു ചെറിയ അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുതരണം. ഇവിടുത്തെ 1 രൂപ വിദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ 1 രൂപയുടെ വാല്യൂ, മൂല്യം എന്ന് പറയുന്നത് ഡബിൾ മടങ്ങാണ് ഇവിടെ ഇന്ത്യയിൽ കിട്ടുന്നതിനെക്കാട്ടിൽ. നമ്മൾ ചെയ്യുന്ന എത്ര ചെറിയ പ്രവൃത്തിയും ദൈവം തമ്പുരാൻ അതിനെ തന്റെ മഹത്വത്തിനൊത്തവണ്ണം തന്റെ നിലവാരത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ദൈവത്തിന്റെ നിലവാരത്തിനൊത്ത നിലയിലാണ് തന്റെ മക്കൾക്ക് വേണ്ടി അവൻ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യം എന്ന് പറയുന്നത് ആർക്കും വർണ്ണിക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വിധവയായിരിക്കുന്ന സ്ത്രീ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവളൊരു അപ്പമുണ്ടാക്കി പ്രവാചകന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത പ്രതിഫലം എന്താണെന്ന് അറിയാമോ? അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. 14-ാമത്തെ വാക്യം. ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയെ എണ്ണ കൊഞ്ഞു പോകുകയുമില്ല എന്ന് ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദേശത്ത് മുഴുവൻ ക്ഷാമമാണ്. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോയില്ല.
ഭരണിയിലെ എണ്ണ തീർന്നു പോയില്ല. ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കാൻ കാത്തിരുന്നതാ. ഒരു അവസാനത്തെ അടയുണ്ടാക്കി അമ്മയും മോനും കൂടെ ഭക്ഷിച്ചിട്ട് മരിക്കാൻ വേണ്ടി കാത്തിരുന്നതാ. പക്ഷെ ആ ദാരിദ്ര്യത്തിന്റെ നടുവിൽ പ്രവാചകന്റെ വാക്ക് കേട്ട് പ്രവാചകൻ കളി പറഞ്ഞതല്ലെന്ന് മനസ്സിലാക്കി ഒരടയുണ്ടാക്കി പ്രവാചകന് കൊടുത്തതിന്റെ ഫലം ആ ദേശത്ത് മുഴുവൻ ക്ഷാമമാണ്. എല്ലാ വീട്ടിലും ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുക. പക്ഷെ വിധവയുടെ വീട്ടിൽ, ആരും സഹായിക്കാനില്ലാത്തവരുടെ വീട്ടിൽ, പ്രതീക്ഷ അസ്തമിച്ചു പോയവരുടെ വീട്ടിൽ, എല്ലാവരും കൈവിടപ്പെട്ട വിധവയുടെ വീട്ടിൽ ആ ക്ഷാമകാലത്ത് അവൾ മാത്രമല്ല, അവളുടെ ചർച്ചക്കാരെയും കൂടെ പോറ്റുവാൻ ദൈവത്തിന്റെ ഈ പ്രവൃത്തിക്ക് വലിയ വില നൽകുവാനിടയായി. അവൾ ചെയ്ത ചെറിയ പ്രവൃത്തിയാണെങ്കിൽ ദൈവം കൊടുത്ത വലിയ മറുപടി എന്ന് പറയുന്നത് ഈ ദേശത്ത് മുഴുവൻ ക്ഷാമമായിട്ടും അവളുടെ കുടുംബവും അവളുടെ പ്രിയപ്പെട്ടവരും നന്മ അനുഭവിക്കുവാനായിട്ടിടയായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന എത്ര ചെറിയ പ്രവൃത്തിയായാലും അതിന്റെ റിസൾട്ട് ദൈവം നമുക്ക് തരുന്നത് ഏത് നിലവാരത്തിലാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന്, സമൃദ്ധിയിൽ നിന്നല്ല, നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന്, നമ്മുടെ ബുദ്ധിമുട്ടിൽ നിന്ന് കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഒരിക്കൽ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരിക്കൽ അബ്രഹാം മമ്രയുടെ തോപ്പിൽ ഇരിക്കുകയാണ്. അബ്രഹാം നോക്കിയപ്പോൾ 3 പേർ നടന്നു വരുന്നു. അബ്രഹാം മനസ്സിലായി ദൈവത്തിന്റെ ദൂതന്മാരാണ്. അബ്രഹാം ഓടിച്ചെന്ന് പൊടിയോളം കുടിഞ്ഞ് ഈ ദൂതന്മാരെ എതിരേറ്റുകൊണ്ട് തന്നെ ഭവനത്തിൽ വന്നു. നമ്മളിങ്ങനെയാ വായിക്കുന്നത്, പെട്ടെന്ന് ഒരു കാളക്കുട്ടി അറുത്ത് മാംസം പാകം ചെയ്തു. ആളൊന്നൊക്കെ ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് 3 പേർക്കും കൂടെ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് പെട്ടെന്ന് അപ്പമുണ്ടാക്കി വേണ്ടുപോലെ ഇറച്ചി തയ്യാറാക്കി മൃഷ്ടാന ഭോജനം നൽകി അവരെ സംതൃപ്തിയോടെ മടങ്ങി അയച്ചു. അബ്രഹാം ആദിത്യ മര്യാദ അറിയാവുന്ന വ്യക്തിയായിരുന്നു. ദൈവജനത്തെ എങ്ങനെ ആദരിക്കണമെന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ദൂതന്മാർ കാളൊന്ന് കിടങ്ങടി മാവെടുത്ത് കുഴച്ച് 3 പേർക്കും കൂടെ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് ഒരു കാളക്കുട്ടിയെ മൊത്തത്തിൽ അറുത്തതിന് ഇറച്ചി പാകം ചെയ്ത് അവരെ തൃപ്തിയോടെ പറഞ്ഞയക്കുവാൻ ഇടയായിരുന്നത്. നാളുകൾ കഴിഞ്ഞുപോയി. ശ്രദ്ധിക്കണം കേട്ടോ. നാളുകൾ കഴിഞ്ഞുപോയി. നാളുകൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ സന്തതി 40 വർഷം മരുഭൂമിയിൽ കൂടെ ഉഴന്നു നടന്ന ഒരു സംഭവം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അബ്രഹാം ഒരു നേരമാണ് 3 ദൂതന്മാർക്ക് കൊടുത്തെങ്കിൽ അബ്രഹാമിന്റെ തലമുറയ്ക്ക് 40 വർഷം ദൈവം മടക്കി കൊടുത്ത് അവരെ അനുഗ്രഹിക്കാൻ ഇടയായിട്ട്. അബ്രഹാം കൊടുത്തത് ഒരു നേരമാണെങ്കിൽ ദൈവം മടക്കി കൊടുത്തത് 40 വർഷം ദൈവം മടക്കി കൊടുത്തു. ഇറച്ചിയും അപ്പവും ഒന്നിനും കുറവ് വരാതെ, ഒരു നേരം പോലും മുട്ട് വരാതെ മടക്കി കൊടുത്ത കടം തീർക്കാനിടയായി. നമ്മൾ ദൈവം കൊടുത്തതിന്റെ വാല്യൂ വില എത്ര വലുതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ചെറിയ പ്രവൃത്തിയായി, ചെറിയൊരു പ്രവൃത്തിയാണ്. പക്ഷെ ദൈവം നമുക്ക് മടക്കി തരുന്നതിന്റെ വില നമുക്ക് വർണ്ണിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഇന്ന് രാത്രികാലത്തെ ഉറപ്പിക്കേണ്ട ദൈവത്തിന്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിന്റെ കോടതിയിൽ നമ്മെ ഒന്ന് അളന്നു നോക്കുമ്പോൾ നമ്മുടെ ചെറിയ പ്രവൃത്തികൾ പോലും വലിയ ശ്രേഷ്ഠതയുള്ളതായി തീരുമെന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നും കുറഞ്ഞു പോകരുത്, ഒന്നും നിസ്സാരമായി കാണരുത്. ഇതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ശൗൽ ദാവീദിന്റെ മുമ്പില് ദാവീദിനെ കൊന്നു കളയാൻ വേണ്ടി ശൗൽ ഇങ്ങനെ ഊട്ടി നടക്കുകയാണ്. ദാവീദിനെ എവിടെ ചാൻസ് കിട്ടിയാലും ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുക. ഈ ശൗൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നിമിത്തം ഈ ദാവീദിന് ഭരിക്കാൻ പറ്റത്തില്ല, കസാരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. കസാരയിൽ ഇരുന്നിട്ടാണല്ലോ രാജ്യം ഭരിക്കുക. പക്ഷെ ശൗൽ സമ്മതിക്കത്തില്ല, ഓടിക്കുക, കൊല്ലാനായിട്ട് ഓടിക്കുക. ഒരിക്കൽ ഗുഹയിലാണ് 2 ദിവസം മലയിടുക്കി. അങ്ങനെ അതുള്ള ഗുഹയില് ഇങ്ങനെ ഇരിക്കപ്പോതില്ലാതെ ഗുഹകളിലും മലകളിലും മലഞ്ചെരുവുകളിലും ഒക്കെ കാടുകളിലും ഒക്കെ ഇങ്ങനെ ഒളിച്ച് പാർത്ത് ശൗലിനെ പേടിച്ച് ദാവീദ് നടക്കുകയാണ്. ഈ സമയത്താണ് ഒരിക്കൽ അവിചാരിതമായി ശൗലിനെ ദാവീദിന് മുമ്പിൽ കിട്ടി കൊന്നു കളയാൻ പറ്റിയ അവസരമാണ്. അപ്പൊ സേനാപതി ചോദിക്കുന്നുണ്ട് ദാവീദിനോട്, യജമാനനെ, ഞാൻ ഇവനെ അങ്ങ് വകവരുത്തിയാകട്ടെ, ഞാൻ ഇവനെ തീർത്ത് കളഞ്ഞാകട്ടെ എന്നാ ചോദിച്ചത്. ദാവീദ് പറഞ്ഞു, ചെയ്യരുത്, നീ തുടർന്ന്, യു ഡോണ്ട് ടച്ച്. എന്താ കാരണം അറിയാമോ? He is also an anointed one. അവനും ഒരിക്കൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. കൊന്നു കളഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഈ ഭാഗം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഭാഗമാണ്. ഈ ദാവീദ് ഈ ശൗലിനെ കൊന്നു കളഞ്ഞാൽ എന്തിനാ കൊന്നതെന്ന് പോലും ചോദിക്കാൻ ഒരു മനുഷ്യൻ വരത്തില്ല. ഈ ശൗലിനെ ദാവീദ് കൊന്നു കളഞ്ഞാൽ സുഖമായി അടുത്ത രാജ്യം ഭരിക്കാൻ ദാവീദ് ആരെയും പേടിക്കേണ്ട, ഈ കാട്ടിൽ പാർക്കേണ്ട സാഹചര്യമില്ല. ഇവനെ കൊന്നു കളഞ്ഞാൽ മതി, സുഖമായിട്ട് രാജ്യസ്ഥാനത്ത് ഇരുന്ന് ഭരിക്കാൻ സാധിക്കും. പക്ഷെ ദാവീദ് പറഞ്ഞത്, നീ അത് ചെയ്യരുത്. അവനെ ദൈവം ഒരിക്കൽ അഭിഷേകം ചെയ്തതാണ്, ദൈവം തന്നെ കണക്ക് തീർത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ വാഴ ഊരുന്നവർ, നമുക്കെതിരെ വെല്ലുവിളിക്കുന്നവർ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഈ കൂടെ നിന്ന രാജ്യത്ത് ഈ പടയാളികളൊക്കെ പറഞ്ഞു കാണും, ഈ ദാവീദ് ഇതിനെന്തോ ഒരു പേടിത്തോടനാണ് പറഞ്ഞു കാണത്തില്ല. നിശ്ചയമായിട്ട് പറഞ്ഞു, ഇവൻ പേടിത്തോടനാണ്, ഇവൻ ധൈര്യശാലിയായിരുന്നു. നിശ്ചയമായിട്ടും ഇവനെ കൊല്ലാൻ അവസരം കിട്ടിയപ്പോൾ കൊന്നുകളയുന്നതല്ലേ, സുഖമായിട്ട് നാളത്തോടെ കസാലത്തിൽ ഭരിക്കുന്നില്ലേ, വേണേ പറയാമായിരുന്നു. പക്ഷെ ദാവീദ് അറിയാം, അരുത്, he is also an anointed one. അവരും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടത്. കൊല്ലാൻ അവസരം കിട്ടിയിട്ടും ദാവീദ് ചെയ്തില്ല. ചില നാളുകൾ കഴിഞ്ഞു
ദാവീദ് കസറയിൽ ഇരുന്നു ദാവീദ് രാജ്യം ഭരിച്ചിരിക്കുമ്പോൾ ദാവീദിന്റെ മകൻ അബ്ശാലോം ദാവീദിനെ കൊല്ലാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി. ദാവീദ് എഴുന്നേറ്റ് പോയാൽ അപ്പോൾ ഈ കസറ അടിച്ചു മാറ്റാൻ വേണ്ടി അബ്ശാലോം തക്കം പറഞ്ഞു നൽകിയ ഇത് ദൈവം കണ്ടു. ദൈവം കണ്ടിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം പ്രവർത്തിച്ചെന്നറിയാമോ? ഒരിക്കൽ ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും ദാവീദ് അത് ചെയ്യാതെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് ഇന്ന് അബ്ശാലോം ദാവീദിനെ കൊല്ലാൻ വന്നപ്പോൾ അബ്ശാലോമിനെ ദൈവം ഇടപെട്ട് നിഗ്രഹിച്ചു കളഞ്ഞു. ഉന്മൂലനാശം വരുത്തി ദാവീദിന് സുരക്ഷിതമായ ഒരു ഇരിപ്പിടം ദൈവം ഒരുക്കി കൊടുത്തു. ദൈവം ആരും കളഞ്ഞില്ല. നമ്മൾ എന്ത് വിതയ്ക്കുന്നു അത് നമ്മൾ കൊയ്യും. വക്രനോട് ദൈവം വക്രത കാണിക്കും, നീതിമാനോട് ദൈവം നീതി പ്രവർത്തിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ ചെയ്ത എത്ര ചെറിയ പ്രവൃത്തിയായാലും അതിന് ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് മറന്നു പോകരുത്. വിധവ ചെയ്തത് ഒരു ചെറിയ അട ഉണ്ടാക്കി കൊടുത്തത്, ഒരു നേരത്തെ ഒറ്റ നേരത്തേക്ക് ഒരു ചെറിയ അട കൊടുത്ത വിധവയായിരിക്കുന്ന സ്ത്രീക്ക് ദൈവം കൊടുത്തത് എന്താണെന്നറിയാമോ? ആ ദീർഘ വർഷം അവളും അവളുടെ ചാർച്ചക്കാരും അവളുടെ ചുറ്റുപാടുള്ളവരും എല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല, അബ്രഹാം ഒരു നേരത്തേക്ക് കൊടുത്തത് ഒരു ക്രാവിനെ കൊണ്ട് അതിന് ഇറച്ചിയും 3 ഇടങ്ങഴി മാവ് കൊണ്ട് ഒരു നേരത്തേക്ക് അബ്രഹാം കൊടുത്തത്. അബ്രഹാമിന്റെ തലമുറയ്ക്ക് 40 വർഷം ദൈവം കൊടുത്ത് കടം വിട്ടു ഇടയായി തീർന്നു. ദാവീദ് ശൗലിനെ പോലെ അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതെ ലോകം പറയുന്നത് നോക്കി ദാവീദ് എടുത്തു ചാടിയിരുന്നെങ്കിൽ ദൈവം പ്രവർത്തിക്കത്തില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് വിട്ടുകൊടുത്തത് കൊണ്ട് ദാവീദിനെ ഇല്ലായ്മപ്പെടുത്താൻ വന്നവരോട് ദൈവം പ്രതികാരം ചെയ്യുവാൻ ഇറങ്ങി വന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവത്തിന് വചനം നമ്മോട് സംസാരിക്കുന്നത്, നമ്മൾ ചെയ്ത എത്ര ചെറിയ പ്രവൃത്തിയായാലും അതിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ കരുതലേക്ക് നമ്മളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് രാത്രികാലം കേൾപ്പിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മൾ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കാം. ചെറിയ പ്രവൃത്തികൾക്ക് വലിയ പ്രതിഫലം നൽകുന്ന നമ്മുടെ കർത്താവ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി